ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാഫ് കിച്ചൺ. ഇന്ന് ഞാനുള്ളത് മലപ്പുറത്തെ പുതിയ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, ഓഫറും ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. മലപ്പുറത്തെ പുതിയ ഹൈപ്പർ മാർക്കറ്റില്ലേ ജാംജൂം, അതിലേക്ക് എനിക്കൊരു ബിരിയാണി ഓർഡർ കിട്ടിയപ്പോൾ അവിടെ പോയി പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചു. ഇന്ന് 7 കിലോ ബിരിയാണിയുടെ ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അന്ന് സാധനം ഒന്ന് പർച്ചേസ് ചെയ്യാൻ അവിടെ പോയി നോക്കി. എനിക്ക് നന്നായിട്ട് ലാഭമായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, അതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തൊക്കെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ബിരിയാണി അരിയും അതിലേക്കുള്ള സവാളയും തക്കാളിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കരിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയൊക്കെ തപ്പിയെടുക്കുകയുണ്ടോ ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അതവിടെ വ്യാഴാഴ്ച ഞാൻ പോയത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫറുണ്ട്. പച്ചക്കറിക്കാണെങ്കിലും ഫ്രൂട്ട്സിനാണെങ്കിലും അതുപോലെ ചപ്പാത്തിപ്പൊടി, ഇതിനൊക്കെ ഭയങ്കര ഓഫറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഭാഗത്തുള്ളതൊക്കെ. അപ്പം ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് കേട്ടോ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ പൊട്ടാപ്പൊമ്മേൻ്റെ ഒരു ഇതുണ്ടല്ലോ കട, അവിടെ നിന്ന് ഞങ്ങളൊരു പ്രാവശ്യം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അതിലേക്ക് ബിരിയാണിക്ക് വേണ്ട പച്ചക്കറികളും അതിലെ ഗരം മസാലയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത് കേട്ടോ. എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി. പിന്നെ ബേക്കറി ഐറ്റംസും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ പുതിയ ജാംജൂമിൽ പോവാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കുക. പിന്നെ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജംസ് ആണെങ്കിലും പിന്നെ ഈ കുട്ടി എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ പാക്കാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രൈസ് ടാഗ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനോട് നല്ല തിരക്കാ, നല്ല തിരക്കാ. ഞാൻ പറഞ്ഞില്ലേ വ്യാഴാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റേറ്റ് കുറയും പച്ചക്കറിക്കും ഫ്രൂട്ട്സിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വാങ്ങി പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മൾ കുനാഫ ഡോവൊക്കെ അല്ലേ, സ്വീറ്റ്സിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റേറ്റൊക്കെ ഒന്ന് നോക്കി. എനിക്ക് സ്വീറ്റ്സിൻ്റെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നല്ല വീഡിയോക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഈ സ്ലൈസിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നല്ല ഓഫർ പ്രൈസിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ എൻ്റെ കാരൻ്റെ ഫ്രണ്ടാണ് താജുക്കാനെ കണ്ടു. നമ്മുടെ മലപ്പുറം വ്യാപാര വ്യവസായയുടെ ജില്ലാ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ട് താജുഖാൻ്റെ വൈഫും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പർച്ചേസിൻ്റെ ഇടയിലൊന്ന് കണ്ടു, ഒന്ന് സംസാരിച്ചൊക്കെ ചെയ്തു. ഇവിടെ ജാംജൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുവിധ ആൾക്കാരൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് പോവാറുണ്ട്. പിന്നെ ഞാൻ ബിരിയാണീൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം മേലേക്കൊന്ന് കാണാൻ പോയിട്ടോ. അപ്പോൾ കിച്ചൺ ഓർഗനൈസറൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, അടിപൊളി. ഈ ഹാമിൽ കണ്ട പോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ടീ, കോഫി, ഷുഗർ എന്നുള്ളതും അതുപോലെ നമ്മുടെ ബോട്ടിൽസൊക്കെ വെക്കുന്ന ഈ വുഡൻ്റെ റാക്ക് പോലത്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ക്യാഷ് ഉണ്ടായിട്ട് വേണം വാങ്ങാൻ. അടിപൊളി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാനും അതുപോലെ തന്നെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ജാംജൂമിൽ വന്നാൽ മതി. ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഹോം ഡെക്കോറുകൾ, ഈ ഒരു പാത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഉള്ളിൽ സ്റ്റീൽ കൊടുത്തിട്ടുള്ള വുഡൻ്റെ അങ്ങനെ
കാണിച്ചാലും തീരില്ല, അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ആ ഒരു അടിപൊളി ഐറ്റംസൊക്കെ. വീട്ടിൽ ഹോം ഡെക്കോർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് കുക്കറിനൊക്കെ നല്ല ഓഫർ പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത് അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിൽ വിശാലമായിട്ട് ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട്, കോസ്റ്റ് കൂടിയതും ഉണ്ട്. അതുപോലെ മിക്സി കാര്യങ്ങളൊക്കെ ഓഫർ പ്രൈസിലുണ്ട്. കുക്കറിനൊക്കെ നന്നായിട്ട് ഓഫർ ഉണ്ട് കേട്ടോ, 3 ഉള്ളതും 2 ഉള്ളതും അങ്ങനെയൊക്കെ. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു താഴേക്ക് ഇറങ്ങി. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം പോയി അങ്ങ് പെട്ടെന്ന് ബില്ലാക്കിയെടുത്തു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കൗണ്ടറുകൾ നിരന്ന് നിൽക്കുകയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ബില്ല് ചെയ്തിട്ട് പുറത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആ ഒരു തിരക്കൊക്കെ ഒഴിഞ്ഞ് കിട്ടും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിലേ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ചെന്നു, അത് പെട്ടെന്ന് ബില്ലായി നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോൾ പഴയ ജാംജൂമിലേറെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇതുണ്ട് കേട്ടോ. ഒരുപാട് കൗണ്ടറുകളുണ്ട്, അതുപോലെ തന്നെ സാധനം എടുക്കുന്ന സെക്ഷനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജാംജൂമിലാണ് കേട്ടോ എപ്പോഴും ഇപ്പോൾ പോകാറുള്ളത്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ഓഫർ പ്രൈസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. അപ്പോഴാണ് എനിക്ക് ഒരു ടിക്കറ്റ് കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഒരു ലക്കി ഡ്രോ. അപ്പോൾ ഞാനതൊക്കെ അവിടെ ഫില്ല് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. എപ്പോഴാണ് ഭാഗ്യം വരാമെന്നറിയില്ലല്ലോ. അപ്പോൾ കാറോ സ്കൂട്ടിയോ ഒക്കെ ആണ് സമ്മാനം. അപ്പോൾ എന്തായാലും 1000 മുകളിൽ പർച്ചേസ് ചെയ്തവർക്കൊക്കെ കൂപ്പണും ഉണ്ട്. പിന്നെ അതൊക്കെ ഫില്ല് ചെയ്തതിൻ്റെ പേരൊക്കെ എഴുതി അതങ്ങ് അതിലിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ ജാംജൂമെന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പുറത്തെ വ്യൂ ഇതാണ് കേട്ടോ. പുറത്തെ ഒരു കൂൾക്കേന് നമ്മുടെ കരിമ്പ് ജ്യൂസിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, കടയുണ്ട്. അപ്പുറത്ത് തന്നെ പൊട്ടാപ്പൊമ്മേൻ്റെ നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ ആ വെറൈറ്റീസുള്ള അടിപൊളി ടേസ്റ്റായിട്ട് ഞങ്ങൾ കഴിച്ചു നോക്കിയിരുന്നു. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട്